ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച് നെയ്മീൻ കറി. അതിന് വേണ്ടി നെയ്മീൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുക. തേങ്ങ 1 കപ്പ്, കുറച്ചുകൂടി എടുത്തു. മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞുതരാം. അപ്പം ഇത് 1 കിലോയുടെ അടുത്തുണ്ട്. 3 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഷാലറ്റ്സ് ഉണ്ട്. വലിയ ഷാലറ്റ്സാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. 5 ബിഗ് ഷാലറ്റ്സ് ഞാൻ അരിഞ്ഞിട്ട് പറയാം എത്ര കപ്പ് ഉണ്ടെന്ന്. പിന്നെ ഒരു 10 ഗ്രീൻ ചില്ലി, കറി ലീഫ്, 1 കഷ്ണം ഇഞ്ചിയും, 2 വെളുത്തുള്ളി, പിന്നെ കടുക് വറക്കാൻ വേണ്ടി കടുക്, മുളക്, പേളൊണിയനും, കുറച്ച് കറി ലീഫ്. ഇത് നമ്മളൊന്ന് വഴറ്റിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഷാലറ്റ്സും, ഗ്രീൻ ചില്ലി, കറി ലീഫ്, ജിഞ്ചർ ഗാർലിക്ക്. പൊടികൾ എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ ഇച്ചിരി പെപ്പർകോൺസ് ഇട്ടിട്ട് 1/4 ടീസ്പൂൺ പെപ്പർകോൺസ് ഇട്ടിട്ട് ഇപ്പം പൊടിച്ചങ്ങോട്ട് ഇട്ടത്. ഡ്രൈ പെപ്പർകോൺസ് പൊടിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പൊടിച്ചിട്ടത് കേട്ടോ. അപ്പോൾ അതെടുത്ത് വെച്ചു. പിന്നെ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഈ തേങ്ങ ഒന്ന് വറുത്ത് ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് ആറുമ്പോഴത്തേനും നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞ് വഴറ്റിയൊക്കെ എടുക്കാം. ഒരു പാൻ വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വഴറ്റി കൊടുത്ത് എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുക. ഓക്കെ, കരിഞ്ഞ പോവാതെ വറുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. കരിഞ്ഞ പോവാതെ ഇളക്കുക. നമുക്കത് മാറ്റി വെക്കാം. എടുത്ത് വെച്ച് തണുക്കട്ടെ. അപ്പം ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് വെച്ച് തക്കാളി ഇതേപോലെ അരിഞ്ഞ് വെച്ച് കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടില്ല, നോക്കാം. പുളി കുറവാണെങ്കിൽ നമുക്ക് ചേർക്കാം. വെയിറ്റ് നോക്കിയപ്പോൾ 150 ഗ്രാം ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, ഷാലറ്റ്സ്, പിന്നെ 1 കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 10 പച്ചമുളകും, കുറച്ച് കറിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഉള്ളി ഇട്ടൊന്ന് വഴറ്റി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ജിഞ്ചർ ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രീൻ ചില്ലിയും എടുത്ത് വെച്ചിട്ട് കറി ലീഫൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മുഴുട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്കിത് അരച്ചിട്ട് വരാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കാൻ പോകാം കേട്ടോ. ഉണ്ട്, നന്നായിട്ട് അരച്ചെടുത്ത് എണ്ണ പോലെ വരുന്നുണ്ട്. ഇതേപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ അരച്ചെടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. വഴറ്റി വരുന്നതേ ഉള്ളൂ. തേങ്ങ അരച്ച് വെച്ച് ഇതൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉലുവാപ്പൊടി ഉണ്ട്, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക ആദ്യം. ഓക്കെ, പൊടികളെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. എണ്ണ ഇപ്പം നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുകൊണ്ട് ഇച്ചിരി ഒഴിച്ചു കൊടുത്തു. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഉലുവപ്പൊടിയൊക്കെ ഇട്ടേക്കുന്നുണ്ടാണ്. നമ്മളിത് ഈ അരച്ച് വെച്ച തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, അരിഞ്ഞ് വെച്ച തക്കാളി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, 2 വലിയ തക്കാളി ഞാൻ എടുത്തിരുന്നു കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഈ പൊടി ഇട്ടിട്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളമാവും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് വഴറ്റാൻ നോക്കുന്നത്. ഓക്കെ, തക്കാളിനെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നമുക്കിത് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചു. ഉപ്പൊക്കെ നോക്കുക. എല്ലാം ഉണ്ട് കേട്ടോ, ഉപ്പും എരിവും പുളിയൊക്കെ ഉള്ള പോലെ. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് അരപ്പ് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ഫിഷ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഫിഷ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫിഷിലെ വെള്ളം ഇതിനകത്ത് വീഴുവാണെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും ഫിഷിന്. ഓക്കെ, കറിക്കപ്പം വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം. ഓക്കെ, ഞാൻ ഒരു പേപ്പർ ടവലൊക്കെ വെച്ചിട്ട് ശരിക്കും വെള്ളമെല്ലാം ഒപ്പിയെടുത്തിരുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പീസിനകത്തോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ,
ഫിഷെല്ലാം ഇട്ടിട്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അവിടെ കുക്ക് ചെയ്ത് 5 മിനിറ്റ് ആവുന്നിട്ടോ. നമുക്ക് കടുക് വറുക്കാനുള്ളതൊക്കെ വെച്ചിട്ട് ഉള്ളി ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ട് ചെറിയ ഉള്ളി, കടുക്, മുളക്, കറിലീഫൊക്കെ എടുത്ത് വെച്ച് നമുക്കിനി വറുത്തെടുക്കാം. വെച്ചിട്ട് നമുക്കിത് ഉള്ളിയും കടുകും മുളകും കറിലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. കണ്ടോ, ഇത് വറുത്തു. ഫിഷിലോട്ട് ഇട്ട് കൊടുക്കുക. വറുത്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കടുക് വറുത്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കടുക് വറുത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വന്നോട്ടോ. ഒരു 5 to 7 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് ഈ കടുക് വറുത്തത് ചേർക്കുക. ഓക്കെ, എന്നിട്ടൊരു 3-4 മിനിറ്റ് ഈ കടുക് വറുത്തതും കൂടെ ഇതിനകത്തെല്ലാം പിടിച്ച് വരട്ടാം. ഓക്കെ, നല്ല അടിപൊളി കറി കേട്ടോ. എല്ലാം പാകത്തിനുണ്ട്, ഉപ്പും പുളിയും എല്ലാം. ഓക്കെ, ഒരു 5 to 7 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് നമ്മൾ കടുക് വറുത്തതും കൂടി ഇട്ട് ഒരു 3 മിനിറ്റ് അത് മതി കേട്ടോ. വറുത്തരച്ച് നെയ്മീൻ കിങ് ഫിഷ് കറി കടുക് വറുത്തതും കൂടി ഇട്ട് ഞാനൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ കിങ് ഫിഷ് കറി ഈസ് റെഡി. ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്, ഉപ്പും പുളിയൊക്കെ നോക്കുക. ഓക്കെ, എല്ലാം ഉണ്ട്. റൈസിൻ്റെ കൂടോ കപ്പയുടെ കൂടോ ഒക്കെ കഴിക്കാൻ പറ്റിയതല്ലേ, അടിപൊളി കിങ് ഫിഷ് കറി, വറുത്തരച്ച കറി നന്നായിട്ടുണ്ട്. അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇനി റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. യമ്മി, അടിപൊളി കേട്ടോ.